എൻ്റെ പേര് റിനി ജോർജ് എന്നാണ്. ഞാനൊരു NRI ആണ്. കുറേ വർഷങ്ങളായിട്ട് ഞാൻ സ്ലീപ്പ് അപ്നിയ എന്ന കണ്ടീഷനിലാണ്ട് ബുദ്ധിമുട്ടുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡോക്ടർ അനിതയെക്കുറിച്ചിട്ടും മിംസ് ഹോസ്പിറ്റലിനെ കുറിച്ചിട്ടും അറിയാനായിട്ട് ഇടയായിത്തീർന്നത്. അങ്ങനെ കഴിഞ്ഞ മാസം എനിക്കിവിടെ ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റ് ലഭിക്കാനും ഡോക്ടറിനെ കാണാനും ഒക്കെ ഇടയായി. അതിനുശേഷം സ്ലീപ്പ് സ്റ്റഡി ചെയ്യുകയും എൻ്റെ AHI ഇൻഡെക്സ് ഒക്കെ പരിശോധിക്കുകയും ഞാനൊരു സർജിക്കൽ കാൻഡിഡേറ്റ് ആണെന്ന് മനസ്സിലാക്കുവാനും അതുപ്രകാരം ഒരു സർജറിയൊക്കെ ചെയ്യുവാനായിട്ട് ഇടയായി. മിസ്റ്റർ റിനി ജോർജിനെ ഞാൻ ആദ്യം കാണുന്നത് ഒരു വീഡിയോ കൺസൾട്ടേഷനിലൂടെയാണ്. ആളുടെ ബുദ്ധിമുട്ട് പറഞ്ഞത് ആൾ ഉറക്കത്തിൽ നല്ല കൂർക്കം വലിയുണ്ട്, നല്ല ശബ്ദമാണ്, പിന്നെ ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് ഉണരുന്നു, ശ്വാസതടസ്സം ഉണ്ടാവുന്നു എന്നാണ് ആൾ പറഞ്ഞത്. പിന്നെ രാവിലെ എണീക്കുമ്പം ഫ്രഷ്നെസ് ഇല്ല, ഉറക്കം തൂങ്ങിയിരിക്കുക, പെട്ടെന്ന് ഉറങ്ങിപ്പോവുക. അപ്പം ഇങ്ങനെ എല്ലാവിധം ഒരു ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയയുടെ ലക്ഷണങ്ങളൊക്കെയാണ് ആളന്ന് പറഞ്ഞത്. ഇതിന് ബേസിക്കലി നമുക്ക് മരുന്നുകളൊന്നുമില്ല. അപ്പം എല്ലാ കൂർക്കം വലിയും പറയുന്ന പോലെ നമുക്ക് ചികിത്സിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ ഒബ്സ്ട്രക്റ്റീവ് സിംറ്റംസ് അല്ലെങ്കിൽ ഈ രീതിയിലുള്ള സിംറ്റംസ് പറയുമ്പം നമ്മളത് ഡെഫിനറ്റ് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞാൻ ആരും പറഞ്ഞു നാട്ടിലേക്ക് വരണം, നമുക്ക് എന്തെങ്കിലും ചെയ്ത് നോക്കിയാലേ, ടെസ്റ്റുകൾ ചെയ്ത് നോക്കിയാലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആൾ നാട്ടിലേക്ക് വന്ന സമയത്ത് നമ്മൾ ആദ്യം ഒരു സ്ലീപ്പ് സ്റ്റഡി ചെയ്തു. ബിക്കോസ് ഈ ഉറക്കത്തിലാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ ഉറങ്ങുമ്പോൾ തന്നെ ഈ അപ്നിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്വാസ തടസ്സം വരികയാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ സാച്ചുറേഷൻ കുറയും. അപ്പോൾ ഒരു സ്ലീപ്പ് സ്റ്റഡിയിലൂടെയാണ് നമ്മൾ കണക്കാക്കുന്നത് എത്രമാത്രം അപ്നിയാസ് ഉണ്ട് ഒരു 1 hour സ്ലീപ്പിൽ, അതേപോലെ എത്രമാത്രം ഈ ഓക്സിജൻ കുറയുന്നു എന്നൊക്കെ. അപ്പോൾ റിനിയുടെ കേസിൽ അത് നല്ലപോലെ ഒരു AHI സ്കോർ ഭയങ്കര കൂടുതലായിരുന്നു. അപ്പോൾ പെത്തോളജിക്കലാണ്. ബിക്കോസ് എന്താ വെച്ചാൽ ഈ ഒരു പെത്തോളജിയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും ഒരു കാർഡിയക് പ്രോബ്ലംസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ബിക്കോസ് ഓക്സിജൻ എപ്പോഴും കുറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ്. എക്സ്ട്രാ അപ്നിയാസ് വരുമ്പം ഹാർട്ട് ഡിസീസ് വരാം, ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാം, ഷുഗർ ഉണ്ടാവാം, അതായത് ഇൻക്രീസ്ഡ് ഗ്ലൈസീമിക് ഗ്ലൂക്കോസ് റെസിസ്റ്റൻസ് ഉണ്ടായിട്ട് ഗ്ലൈസീമിക് കൺട്രോൾ വരെ പോവാം, സ്ട്രോക്ക് ഉണ്ടാവാം. സോ ദീസ് ആർ ദ തിങ്സ്. അതൊക്കെ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ എപ്പോഴും അപ്നിയ പെത്തോളജിക്കൽ ആണെങ്കിൽ നമ്മൾ അത് ട്രീറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇനി ട്രീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ ആളുടെ ഒരു എയർവേ നമ്മൾ അസസ് ചെയ്യണം. അപ്പോൾ എയർവേ അസസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മൂക്ക് മുതൽ തുടങ്ങണം. അപ്പോൾ ആദ്യം നേസൽ എൻഡോസ്കോപ്പി ചെയ്ത് നോക്കി നമ്മൾ. അപ്പോൾ മൂക്കിൻ്റെ പാലം അത്യാവശ്യം വളവുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തൊണ്ട ഒരു ഫ്ലെക്സിബിൾ എൻഡോസ്കോപ്പി ചെയ്തു. തൊണ്ട എൻഡോസ്കോപ്പി ചെയ്യുമ്പോൾ ആളുടെ എന്താ വെച്ചാൽ ഇപ്പോൾ ശരിക്കും ഒരാൾക്ക് നോർമലായിട്ടുള്ള ഒരാൾക്ക് തന്നെ ഇത് അസസ് ചെയ്യാം. എന്ന് വെച്ചാൽ ഒരാളുടെ വായ നോക്കിയാൽ മതി. നമ്മൾ വായ നോക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് അവരുടെ ചെറുനാവ് കാണാൻ പറ്റുന്നു, ചെറുനാവിൻ്റെ ബാക്കിലുള്ള ഭാഗം കാണാൻ പറ്റുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ കൂർക്കം വലിയുടെ ലെവൽ കുറവായിരിക്കും എന്നാണ്. പക്ഷെ പെട്ടെന്ന് നമ്മൾ വായ നോക്കുമ്പം അവരുടെ ഈ ടങ് മാത്രമേ, അതായത് നാവ് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ, ചെറുനാവ് പോലും കാണാൻ പറ്റുന്നില്ലെങ്കിൽ അവർക്ക് ഒരു സ്നോറിങ്ങിൻ്റെ സാധ്യത വളരെ കൂടുതലാണെന്നാണ് പറയാം. അപ്പോൾ ആളുടെ ഏത് ലെവലാണ് ഒബ്സ്ട്രക്ഷൻ നമ്മൾ ഫ്ലെക്സിബിൾ ചെയ്ത് നോക്കി. അപ്പം സോഫ്റ്റ് പാലറ്റ് വളരെ താണിട്ടായിരുന്നു, അതിൻ്റെ ബാക്കിൽ സ്പേസ് കുറവായിരുന്നു, യൂവില വളരെ വലുതായിരുന്നു, ടങ് ബൾക്കിയാണ്, അതേപോലെ ടോൺസിൽ അത്യാവശ്യം കുറച്ച് വലിപ്പം ഉണ്ടായിരുന്നു. പിന്നെ ആൾക്ക് ഒരു ജോ കുറച്ച് ബാക്കിലേക്കായിരുന്നു, ഒരു ട്രോഗ്നാത്തിസം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് നമ്മളൊരു ഡെൻ്റൽ കൺസൾട്ടേഷൻ ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു അത് അപ്ലയൻസസ് മാത്രം മതി, സർജിക്കലി ആവശ്യമില്ല എന്നുള്ളത്. അപ്പോൾ ഇനി എന്തായാലും ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണെന്ന് മനസ്സിലായി. അപ്പോൾ ഇനി ഇതിൽ നമുക്ക് 2 ഓപ്ഷനാണ്. ഒരു CPAP ട്രയൽ, അതായത് നമുക്ക് ഒരു പോസിറ്റീവ് എയർ പ്രഷർ കൊടുത്തിട്ട് അപ്പോൾ എല്ലാ ദിവസവും മാസ്ക് വെച്ച് ഉറങ്ങുക എന്നുള്ളതാണ്. പക്ഷേ ഹി വാസ് നോട്ട് ലൈക്ക് വില്ലിങ്, അതൊരു എന്നും അതിനാവശ്യം പറയുമ്പോൾ. സോ വി വെന്റ് ഫോർ ദ സർജിക്കൽ ഓപ്ഷൻ. അപ്പോൾ സർജിക്കൽ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ലെവലാണോ ഒബ്സ്ട്രക്ഷൻസ് ഉള്ളത്, ഇപ്പോൾ മൂക്കിൻ്റെയും തൊണ്ടേൻ്റെയും ഭാഗത്തുള്ള ഒബ്സ്ട്രക്ഷൻസ് മാറ്റി അവിടെ സ്പേസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ട്രീറ്റ്മെൻറ്റ്. എനിവേ നമ്മളത് ചെയ്തു ആൻഡ് ഹീ ഈസ് ഡൂയിങ് വെരി വെൽ. അതിനുശേഷം എനിക്ക് ഇവിടുന്ന് ലഭിച്ച കെയറൊക്കെ വളരെ അപ്രീഷ്യബിൾ ആണ്, വളരെ കമൻറ്റബിൾ ആണ്. എല്ലാ സ്റ്റാഫും, പ്രത്യേകിച്ച് ഡോക്ടറിൻ്റെ സർവീസും ഇവിടുത്തെ നഴ്സിംഗ് കെയർ, സർജിക്കൽ കോർഡിനേറ്റേഴ്സ് എല്ലാവരും നമ്മുടെ പേഷ്യൻ്റ് കൂടെ നിന്ന് അവർക്ക് തരാൻ പറ്റാവുന്ന മാക്സിമം സപ്പോർട്ട് നമുക്ക് നൽകി. ഇപ്പോൾ എനിക്ക് 1 മാസത്തോളം ആയി സർജറി കഴിഞ്ഞിട്ട്. ഇപ്പോൾ എനിക്ക് ഫുൾ റിക്കവറി ഉണ്ട്. സുഖമായിട്ട് കിടന്നുറങ്ങാനും ഫ്രഷ്നെസ് ഉറക്കത്തിന് ശേഷം ലഭിക്കാനൊക്കെ ഇടയായിത്തീരുന്നുണ്ട്. താങ്ക് യു ഡോക്ടർ അനിത ആൻഡ് ഓൾ ദ സ്റ്റാഫ് ഹിയർ. താങ്ക് യു സോ മച്ച്.